ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിടുക്കാച്ച് ഫേസ് പാക്കാണ്. ഇത് ഒരു സമയത്ത് ഇൻസ്റ്റയിലും എഫ് ബിയിലും യൂട്യൂബിലും എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരുപാട് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോഴും വൈറൽ തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടി ആദ്യം വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഒട്ടും വെള്ളം നനവില്ലാത്ത ബൗൾ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. ഞാനിവിടെ 2 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ സ്പൂണാണ്. അതുപോലെ തന്നെ 1 സ്പൂണ് കോഫി പൗഡർ. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഗോതമ്പ് പൊടി നമ്മുടെ ഫേസിലുള്ള അഴുക്കുകളൊക്കെ മാറ്റി നല്ല ക്ലീനാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കോഫി പൗഡർ നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും സഹായിക്കും. പിന്നെ ഇത് നല്ല പ്യുവർ തേനാണ്. തേന് 1 സ്പൂണ്. തേനില്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ യൂസ് ചെയ്യാം. ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞാൽ മതി, അതിൻ്റെ നീരെടുത്താൽ മതി. ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത്. തേന് സ്കിന്നിന് നല്ല സ്മൂത്ത് ഫീലാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഫേസിലെ അഴുക്കുകൾ കളയാനുള്ളതുമായി, ബ്രൈറ്റ്നെസ് കിട്ടാനുള്ളതുമായി, ഫേസിനെ സ്മൂത്തായി വെക്കാനുള്ളതുമായി. ഇനി നമുക്കിത് വേണ്ടത് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിൻ്റെ ഗുണം പിന്നെ പറയണ്ടല്ലോ, അത്രയും ഇഫക്റ്റീവാണ്. ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. പിന്നെ എത്രയാണോ നമ്മൾ ഫേസ് പാക്കിനുള്ള ഗോതമ്പ് പൊടിയും കോഫി പൗഡറും എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അലോവേറ ഇതിൽ മിക്സ് ചെയ്യണം. ഒരു ഫേസ് പാക്കിൻ്റെ പരുവത്തിലാവുന്നവരെ ഉള്ള അലോവേറ ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്തു. പക്ഷേ അതിൽ കുറച്ച് കുറവുള്ളതുപോലെ തോന്നി, അതൊരു കട്ടിയായിട്ട് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ അലോവേരയും കൂടി ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ റിസൾട്ട്. പിന്നെ നിങ്ങളിത് വിടില്ല. അത്രയും സൂപ്പർ റിസൾട്ടാണ്. ഞാനിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ നല്ലോണം കൂടുതലാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഈ ഫേസ് കാണിക്കാൻ ഇപ്പോൾ നല്ലോണം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഫേസ് കാണിക്കാത്തത്. എനിക്ക് ഫേസ് കാണിക്കാനും ഇരിക്കാനും എല്ലാത്തിനും നല്ലോണം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫേസ് കാണിക്കാതെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ നല്ലൊരു ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ, ഇങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ഞാനിത് ഇനിയിപ്പോൾ ഇത് ഫേസിൽ തേക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. വാഷ് ചെയ്ത ശേഷം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തണം. വേറെ എവിടെയെങ്കിലും ഒന്ന് തേച്ച് നോക്കിയിട്ട് ഒരു ഇറിറ്റേഷനും ഇല്ല എന്ന് തോന്നിയാൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് ഫേസ് പാക്കാണെങ്കിലും ശരി, എല്ലാവരുടെയും സ്കിന്നും ഒരേപോലെയല്ല, എല്ലാവരുടെയും വ്യത്യാസമായ സ്കിന്നാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഞാൻ കയ്യിലാണ് തേച്ച് കാണിക്കുന്നത്. കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ, ഇരിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അതിന് നിങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല കിടുക്കാച്ച റിസൾട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കിടുക്കാച്ച ഫേസ് പാക്കാണെന്ന്. ഒന്നും പറയാനില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും, താങ്ക് യു.